പൊതുവെ എഴുത്തുകാരോട്, കലാകാരന്മാരോട് സമൂഹത്തിന് വലിയ ഇഷ്ടമാണ്. ചിലർ പറയുമല്ലോ കവി, കാമുകൻ, ഭ്രാന്തൻ, ഇവരെയൊക്കെ സമൂഹത്തിന് ഇഷ്ടമാണ് എന്ന് പറയും. അപ്പോൾ കാമുകനും ഭ്രാന്തനും അവിടെ നിൽക്കട്ടെ, അതിൻ്റെ കാരണങ്ങൾ നമുക്ക് പിന്നെ അന്വേഷിക്കാം, ഇന്നപ്പോൾ അതിന് സമയമില്ല. പക്ഷെ കവികളെ, കലാകാരന്മാരെ, എഴുത്തുകാരെയൊക്കെ സമൂഹത്തിനൊരു പ്രത്യേക സ്നേഹമുണ്ട്. ഇപ്പോൾ ശ്രീകുമാരൻ തന്നെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ആളുകൾ പണ്ടാണെങ്കിൽ ഓട്ടോഗ്രാഫിന് വരും, ഇപ്പോൾ സെൽഫി എടുക്കാൻ വരും, ഇല്ലേ? എഴുത്തുകാരനെ ആളുകൾക്ക് ഇഷ്ടമാണ്. എന്താ കാരണം? ഞാൻ അതിനെപ്പറ്റിയാണ് ഇവിടെ ഇരുന്ന് ചിന്തിച്ചത്. ഞാൻ ഈ ഫോണ് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് തമ്മി പറഞ്ഞ എല്ലാവരും ഫോൺ നോക്കുമ്പോൾ ഞാൻ താത്തു. കാരണം ഞാൻ പ്രസംഗം എഴുതുകയായിരുന്നു, അതിനകത്ത് പോയിന്റ്സ് എഴുതി എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ് എഴുത്തുകാരനെ മനുഷ്യരിലേക്ക് ആകർഷിക്കുന്ന സംഗതി? ഒരു വായനക്കാരന് അവനോ അവൾക്കോ വേണമെന്ന് ആഗ്രഹിക്കുന്ന എന്തോ ഒന്ന്, എന്നാൽ അവനിലോ അവളിലോ പൂർണ്ണമായി തെളിഞ്ഞിട്ടില്ലാത്ത എന്തോ ഒന്ന് ഈ എഴുത്തുകാരനിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ എഴുത്തുകാരനിലേക്ക് ഞാൻ സെൽഫിയുമായിട്ടോ ഓട്ടോഗ്രാഫുമായിട്ടോ ഹസ്തദാനവുമായിട്ടോ ചെല്ലുന്നത്. കാരണം ഐ ഫൈൻഡ് സംതിങ് ഡിഫറെൻറ്റ്. എനിക്ക് വേണ്ടതും എന്നാൽ എനിക്ക് പൂർണ്ണമായി പ്രാപിക്കാൻ സാധിക്കാത്തതുമായി എന്തോ ഒന്ന് ഇയാളിലുണ്ട്. അതുകൊണ്ട് അയാൾ എനിക്ക് പ്രിയപ്പെട്ടവരാണ്. അതാണ് ഈ കവികളെയും കലാകാരന്മാരെയും ഒക്കെ നമ്മളെപ്പോഴും ഇഷ്ടപ്പെടുന്നത്. നമുക്ക് ആഗ്രഹമുണ്ട് പറയേണ്ട കാര്യങ്ങൾ. കാരണം എന്താണ്? എഴുത്തുകാരൻ എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്? ഞാനത് ദീർഘമായിട്ടൊന്നും ഒരു പ്രഭാഷണത്തിലുള്ള വേദിയല്ല, 5 മിനിറ്റേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അയാൾ എന്താണ്, അതിൻ്റെ ഒരു സമ്മൻ സബ്സ്റ്റൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്, അയാളുടെ ജീവിതത്തിൽ നിന്ന് സത്യവും സൗന്ദര്യവും സ്വാതന്ത്ര്യവും വീണ്ടെടുക്കാനുള്ള തപസ്യയാണ് ലോകത്തുള്ള എല്ലാ എഴുത്തുകാരും അന്നും ഇന്നും എന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ കലാകാരന്മാരും അങ്ങനെയാണ്. ഈ സത്യം, ശിവം, സുന്ദരം എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ ആദിയിലേക്ക് പോയാൽ ഒരു കലാകാരൻ അന്വേഷിക്കുന്നത് അവൻ്റെ സത്യമാണ്, അവൻ്റെ വൈകാരിക സത്യമാണ്, അവൻ ഹൃദയം കൊണ്ടറിഞ്ഞ ജീവിത സത്യത്തെയാണ് ഏതൊരു എഴുത്തുകാരനും അന്വേഷിക്കുന്നത്. അപ്പോൾ സിനിമയായാലും ശരി, സാഹിത്യമായാലും ശരി, കവിത, നോവൽ, കഥയൊക്കെ തന്നെ ഒരു അനുഭവത്തിൻ്റെ സത്യം അവൻ അറിയണം. നിങ്ങൾ കാണുന്നതല്ല സത്യം എന്നെനിക്ക് പറയണം. ഞാൻ അനുഭവിച്ചറിഞ്ഞ സത്യം ഇതാണ് ജീവിതത്തിൻ്റെ സത്യം എന്ന് പറയുമ്പോഴാണ് എനിക്ക് ഒരു അഹങ്കാരം വരുന്നത്, ഒരു സർഗാത്മകമായ ഒരു സംതൃപ്തി വരുന്നത്. അതുപോലെ തന്നെയാണ് സ്വാതന്ത്ര്യമാണ് എഴുത്തിൻ്റെ ചാലകശക്തി. അതിൻ്റെ ഒരു എഴുത്തുകാരനെ, സാഹിത്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ മൂലകം എന്ത് എന്ന് ചോദിച്ചാൽ ആ കലാകാരൻ്റെ, എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യബോധമാണ് അവനെ എഴുത്തുകാരനാക്കുന്നത്. എവിടെ സ്വാതന്ത്ര്യം പണയപ്പെട്ടുവോ അവിടെ എഴുത്തുകാരൻ്റെ മരണം സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ മഹാനായ കവി കുമാരനാശാൻ ഇത് എത്രയോ ഭംഗിയായി പറഞ്ഞു. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. പിന്നെയോ അടുത്തത് കൂടെ പറയുമ്പോഴേ അത് പൂർണ്ണമാവുന്നുള്ളൂ. ഇതാണ് അമൃതം, ഇതാണ് ജീവിതം എന്നൊക്കെ പറഞ്ഞല്ലോ. പിന്നെ പറയുന്നു ഇതൊന്നും ഇല്ലാത്തവന്റെ സ്ഥിതി എന്താണ്? പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതാണ് നമ്മുടെ നാടൻ ഭാഷയിൽ എന്താണ് മൃതിയേക്കാൾ ഭയാനകം എന്ന് പറഞ്ഞാൽ അവനൊക്കെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? സ്വാതന്ത്ര്യമില്ലാത്തവൻ എന്നാണ് വാസ്തവത്തിൽ ആശാൻ പറയുന്നത്. ഒരു എഴുത്തുകാരൻ്റെ മൗലികമായിട്ടുള്ള മൂല്യം അല്ലെങ്കിൽ അവൻ്റെ മൂലകം, ആ എലമെന്റ് എന്താണെന്ന് ചോദിച്ചാൽ അവൻ്റെ സ്വാതന്ത്ര്യബോധം തന്നെയാണ്. ഞാൻ അനുഭവിച്ച സത്യം പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ടോ? ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എഴുതുന്നത്. ആ സ്വാതന്ത്ര്യത്തിൻ്റെ ആഖ്യാനമാണ്, ആവിഷ്കാരമാണ് എൻ്റെ സ്വാതന്ത്ര്യം. മൂന്നാമതൊരു ഘടകം കൂടിയുണ്ട്. അത് മനുഷ്യ നന്മയിലുള്ള അവൻ്റെ ആത്യന്തികമായ അചഞ്ചലമായ വിശ്വാസം. ഇപ്പോൾ ദൊസ്തോവസ്കിയൊക്കെ പറ്റി നമ്മളിവിടെ പറഞ്ഞല്ലോ, പരാമർശങ്ങളുണ്ടായി. വേണു വിദേശത്തിന് ഞാനിപ്പോൾ ഇവിടെ കണ്ടു. ദൊസ്തോവസ്കിയെ പറ്റി ഇടയ്ക്ക് പുസ്തകം എഴുതി. ദൊസ്തോവസ്കിയെ നമ്മൾ വിസ്മയിപ്പിക്കുന്ന ആളാണ്. പക്ഷേ ദൊസ്തോവസ്കി പറയുന്നത് പാപം ചെയ്തവൻ്റെയും കുറ്റകൃത്യം ചെയ്തവൻ്റെയും അധോലോകത്തിൽ ജീവിക്കുന്നവരുടെയും ഒക്കെ കഥകളാണ്. അപ്പോൾ ഞാനിവിടെ നിന്ന് പറയുന്നു, മനുഷ്യ നന്മയിലാണ് എഴുത്തുകാരൻ്റെ വിശ്വാസം. നമ്മളിത് എങ്ങനെ പൊരുത്തപ്പെടുത്തും? ഒരു കള്ളൻ്റെ കഥയായിരിക്കും പറയുന്നത്, കൊലപാതകിയുടെ കഥയായിരിക്കും പറയുന്നത്. ഒരു കൊലപാതകിയെ നീതിപീഠം കാണുന്നത് കൊലപാതകിയായിട്ടാണ്, അവനെ തൂക്കിക്കൊല്ലണം എന്നാണ് നീതിപീഠം പറയുമ്പോൾ എഴുത്തുകാരൻ്റെ കണ്ണ് അവൻ ചെയ്ത കുറ്റത്തെ പറ്റിയല്ല, അവൻ കുറ്റം ചെയ്യാനുണ്ടായ കാരണം എന്താണ് എന്ന് അവൻ്റെ മനസ്സിനകത്ത് കയറിയിരുന്ന് നോക്കുമ്പോൾ ആ കരിമ്പാറ പോലുള്ള ഹൃദയത്തിൽ നന്മയുടെ നീരുറവയുണ്ടോ എന്ന് അന്വേഷിക്കുന്നവനാണ് കലാകാരൻ. ആ സത്യമാണ് എനിക്ക് വിളിച്ചു പറയേണ്ടത്. സാധാരണ നഗ്നനേത്രങ്ങൾക്ക് ഗോചരമല്ലാത്ത വൈകാരിക സത്യങ്ങളെ തിന്മയിൽ മൂടിയിരിക്കുന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ജീവിതങ്ങളിൽ അന്തർഭവിച്ചിരിക്കുന്ന അഗാധമായിട്ടുള്ള എസൻഷ്യലായിട്ടുള്ള നന്മകളെ, മനുഷ്യ നന്മയെ, സ്നേഹത്തിൻ്റെ നന്മയെ, ജീവിതത്തിൻ്റെ സൗന്ദര്യത്തെ, അതെല്ലാം ആവിഷ്കരിക്കാനുള്ള എൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ കൊടിയടയാളമാണ് എൻ്റെ സർഗാത്മകത എന്നത്. അപ്പോൾ നമ്മൾ ഈ ഫെസ്റ്റിവൽസിനെ, അതായത് ഈ സാഹിത്യോത്സവങ്ങളെയും
പുസ്തകോത്സവങ്ങളെയും എല്ലാം പ്രോത്സാഹിപ്പിക്കുമ്പോൾ അടിസ്ഥാനപരമായി സ്വാതന്ത്ര്യത്തെയും സർഗാത്മകതയെയും പ്രോത്സാഹിപ്പിക്കുകയും ആ മൂല്യത്തിനോട് നമ്മൾ പുനരർപ്പിക്കുകയും ചെയ്തില്ല എങ്കിൽ നമ്മൾ സാഹിത്യോത്സവത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നർത്ഥം.